ദൈവദാസൻ തിയോഫിൻ ധന്യൻ പദവിയിലേക്ക്. ജീവിതകാലത്ത് തന്നെ പുണ്യാളനച്ഛനെന്നും തീക്ഷ്ണതയും പ്രവർത്തനങ്ങളും കൊണ്ട് കേരള ഫ്രാൻസിസ് സേവ്യർ എന്നും അറിയപ്പെട്ട കപ്പൂച്ചിൻ വൈദികൻ തിയോഫിൻ ധന്യൻ പദവിയിലേക്ക് പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ ഉയർത്തി. ഇത് സംബന്ധിച്ച ഡിഗ്രി വിശുദ്ധരുടെ നാമകരണ കാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി ഫെബ്രുവരി മാസം 21 തീയതി പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധപ്പെടുത്തി. കപ്പൂച്ചിൻ വൈദികനായ ധന്യൻ തിയോഫിൻ 1913 ജൂലൈ 20 തീയതി കോട്ടപ്പുറത്താണ് ജനിച്ചത്. മൈക്കിൾ എന്ന പേരിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഈ കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് ഇടവകപ്പള്ളിയുടെ വരാന്തയായിരുന്നു കുടല്ലൂർ ഇട്ടിച്ചെറിയ ജോർജ് അന്ന ദമ്പതികളുടെ മകൻ മൈക്കിളിന്റെ കളിമുറ്റം. പള്ളിയുടെ തൊട്ടു മുന്നിലായിരുന്നു ഇവരുടെ വീട്. കുടുംബത്തിലെ 9ാമനായി ജനിച്ച മൈക്കിളാണ് പിന്നീട് വിശ്വാസ ലോകമറിയുന്ന തിയോഫിനച്ചനായി വളർന്നത്. വൈദികനാകാനുള്ള ആഗ്രഹത്തോടെ മൈക്കിൾ 1929 വരാപ്പുഴ അതിരൂപതയുടെ മൈനർ രൂപത സെമിനാരിയിൽ ചേർന്നു. തുടർന്ന് ഫ്രാൻസിസ് അസീസിയുടെ തീക്ഷ്ണമായ ജീവിതത്തെയും ആത്മീയതയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഗ്രാഹ്യവും പിന്നീട് അദ്ദേഹത്തെ കപ്പൂച്ചിൻ സഭയിലേക്ക് നയിച്ചു. 1933 ഒക്ടോബർ 31 കർണാടകയിലെ ഫറഞ്ചിപ്പേട്ട് ആശ്രമത്തിൽ കപ്പൂച്ചിൻ സഭാവസ്ത്രം സ്വീകരിച്ചപ്പോഴാണ് ദൈവത്തിന്റെ വെളിപാട് എന്നർത്ഥം വരുന്ന തിയോഫിൻ എന്ന സന്യാസനാമം സ്വീകരിച്ചത്. തുടർന്ന് 1941 ഏപ്രിൽ 20 വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഏറ്റവും ആദരണീയനായ കപ്പൂച്ചിൻ പ്രസംഗകരിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്ന അദ്ദേഹം ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ എപ്പോഴും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവും വിദ്യാർത്ഥികളുടെ ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും വ്യക്തമാക്കാൻ സന്നദ്ധനുമായിരുന്നു. 1968 ഏപ്രിൽ 4 മരണം. ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രസിദ്ധമായിരുന്നു. 2005 ജനുവരി 10 അദ്ദേഹത്തെ ദൈവദാസനായി പ്രഖ്യാപിച്ചത്. 2014 ഫെബ്രുവരി 1 തിയോഫിനച്ചന്റെ കുഴിമാടം തുറന്ന് പരിശോധിച്ചിരുന്നു. തിയോഫിനച്ചനെ ധന്യപദവിയിലേക്ക് ഉയർത്താനുള്ള വരാപ്പുഴ അതിരൂപതാ തലത്തിലുള്ള നടപടികൾ 2016 ഒക്ടോബർ 24 പൊന്നുരുന്നി കപ്പൂച്ചിൻ ആശ്രമ ദേവാലയത്തിൽ പൂർത്തിയാക്കി. കാനോനിക രേഖകളടങ്ങിയ 94 പേടകങ്ങൾ വത്തിക്കാനിൽ എത്തിച്ചിരുന്നു. ഇതിന്റെ പരിശോധന വിവിധ തലങ്ങളിൽ കർദിനാൾ സമിതി പൂർത്തിയാക്കിയാണ് 2026 ഫെബ്രുവരി മാസം 21 തീയതി അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചത്. കൊല്ലം രൂപതയിൽ ഫ്രാൻസിസ്കൻ അൽമായ സഭ ആരംഭിച്ചതും അദ്ദേഹമാണ്. കേരളത്തിൽ കപ്പൂച്ചിൻ ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും മുഴുകിയ തിയോഫിനച്ചൻ ജനപ്രിയനായ ധ്യാന ഗുരുവായിരുന്നു. ആത്മീയ ശാരീരിക രോഗസൗഖ്യത്തിനു വേണ്ടി ജാതിമത ഭേദമില്ലാതെ അദ്ദേഹത്തെ തേടിയെത്തിയവർ ഒട്ടേറെയാണ്. മനുഷ്യസ്നേഹി എന്ന പേര് കേട്ട അദ്ദേഹം എല്ലാവർക്കും പ്രശ്നപരിഹാരകനായിരുന്നു. വൈറ്റ്ലേക്കടുത്ത് പൊന്നുരുന്നിയിൽ 1958 അദ്ദേഹം കപ്പൂച്ചിൻ ആശ്രമവും ആശ്രമ ദേവാലയവും സെമിനാരിയും സ്ഥാപിച്ചത്. അനേകരാണ് അദ്ദേഹത്തിന്റെ കബറിടത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്നത്. ജീവിതകാലത്ത് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായി പരിഗണിച്ചിരുന്നു.